Hello everyone, welcome to our channel Biochem Mentor. I am Nasia. ഇന്ന് നമ്മൾ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ സയന്റിഫിക് ഓഫീസർ എന്ന എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ ആണ് നടത്തുന്നത്. പാർട്ട് 1 ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കണ്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ആൻസർ സിമ്പിൾ ആണ്. നമുക്ക് നോക്കാം. A sedentary 50-year-old man weighing 80 kg requests a physical examination. He denies any health problems. Routine blood analysis is unremarkable except for plasma cholesterol of 280 mg/dl. The man refuses drug therapy for his hypercholesterolemia. Analysis of a one-day dietary recall show with the following. Kilocalories 3475 kilocalorie, protein 102 gram, carbohydrates 383 gram, fiber crude 6 gram, cholesterol 822 mg, saturated fat 69 gram, total fat 165 gram. Changes in which one of the following dietary components would have the greatest effect in lowering plasma cholesterol? So, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 280 mg/dl ഇത്രയും കൊളസ്ട്രോൾ ഉള്ള ഒരാളുടെ ഡയറ്റ് ആണ്, ഈ ഡയറ്റ് പ്ലാൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതില് ഏത് ഡയറ്ററി കോമ്പണൻസിൽ ചേഞ്ചസ് വരുത്തിയാണ് ഇയാളുടെ പ്ലാസ്മ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ പറ്റാന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ കൊളസ്ട്രോൾ, ഓപ്ഷൻ ബി സാച്ചുറേറ്റഡ് ഫാറ്റ്, ഓപ്ഷൻ സി പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് ഓപ്ഷൻ ഡി കാർബോഹൈഡ്രേറ്റ്. യുവർ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സാച്ചുറേറ്റഡ് ഫാറ്റ്. ഓക്കെ, സാച്ചുറേറ്റഡ് ഫാറ്റ് ഇയാള് ഒരു ദിവസത്തെ സാച്ചുറേറ്റഡ് ഫാറ്റ് ഇയാളുടെ ഡയറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് 69 ഗ്രാം ആണ്. അപ്പം ഇത് കുറച്ച് കഴിഞ്ഞാൽ പ്ലാസ്മ കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കാൻ പറ്റും. സോ നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓഫ് യൂസ് ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഇൻ ഫുഡ്. നമ്മുടെ ഫുഡിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. First one, consumption of more saturated fats in diet increases the risk of cardiovascular diseases. നമ്മുടെ ഫുഡിൽ കൂടുതലായിട്ട് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഇൻക്ലൂഡഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസ് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. By increasing the level of LDL cholesterol and build-up of cholesterol in arteries. So cardiovascular disease ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് LDL cholesterol ഇൻക്രീസ് ചെയ്യും. LDL cholesterol എന്ന് പറയുന്നത് ബാഡ് കൊളസ്ട്രോൾ ആണ്. അത് നമ്മുടെ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യും. മാത്രമല്ല ഇത് പോയിട്ട് ആർട്ടറീസിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അതെറോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവുകയും കാർഡിയോവാസ്കുലർ ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. Many high fat foods such as pizza, baked and fried foods have loads of saturated fat. Eating too much fat can add extra calories to diet and leads to gain weight. So, high fat അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് പിസ്സ, ബേക്ക് ചെയ്തിട്ടുള്ള ഫുഡ്, അതുപോലെ ഫ്രൈഡ് ഫുഡ്സ് ഒക്കെ. സോ ഇത്തരത്തിലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എക്സ്ട്രാ കലോറീസ് ആണ് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. Consumption of high amounts of saturated fats increases the insulin resistance, thereby aggravating the risk of diabetes mellitus. മാത്രമല്ല സാച്ചുറേറ്റഡ് ഫാറ്റ്സ് നമ്മുടെ ഡയറ്റിൽ കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഇൻസുലിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാവാനുള്ള ചാൻസും കൂടെ കൂടും. ഫുഡ് സോഴ്സസ് റിച്ച് ഇൻ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടിയിട്ടുള്ള ഫുഡ് സോഴ്സസ് ആണ് ചീസ്, ബട്ടർ, ഐസ്ക്രീം, ഹൈ ഫാറ്റ് കട്ട്സ് ഓഫ് മീറ്റ്, കോക്കനട്ട് ഓയിൽ, പാം ഓയിൽ. സോ ഒരു നോർമൽ എമൗണ്ടിൽ നമ്മുടെ ഫുഡിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൊളസ്ട്രോളിന്റെ ലെവൽ കൂടിയിട്ടുള്ള ആളുകൾ, ഹൈപ്പർ കൊളസ്ട്രോളീമിയ ഉള്ള ആളുകൾ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. Pulse field gel electrophoresis separates DNA molecule of size. Option A
10 to 20 base pair. Option B, 20 to 30 kilo base. Option C, 30 to 50 kilo base. And option D, 40 to 50 base pair. Your right answer, option C ആണ് 30 to 50 kilo base. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു പൾസ് ഫീൽഡ് ജെൽ ഇലക്ട്രോഫോറസിസ് ഓർ PFGE എന്ന് പറയുന്നത് DNA മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു. എന്നാൽ മറ്റുള്ള അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു ടെക്നിക്സ് നമ്മൾ മറ്റെന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. First one, genome mapping, analyzing the physical structure of entire genome. And second one is bacterial fingerprinting, identifying and differentiating bacterial strains for epidemiological studies. And next one is studying DNA damage and repair, examining how cells respond to DNA damage. And analyzing large DNA molecules in general. Pulse field gel electrophoresis provide a method for analyzing large DNA fragments that are difficult to separate by other methods. So this is ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ആണ് പൾസ് ഫീൽഡ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. DNA ലാർജ് DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ അനലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മറ്റുള്ള മെത്തേഡ്സിന് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ലാർജ് DNA fragmentsനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. Third question, in hemolytic jaundice, Vandenberg reaction is option A, indirect positive, option B, direct positive, option C, biphasic, and option D, none of these. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഹീമോലൈറ്റിക് ജോണ്ടിസ് ഉണ്ടാവുന്ന സമയങ്ങളിൽ വാണ്ടൻബർഗ് റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ ബോഡിയിൽ ജോണ്ടിസ് തന്നെ 3 തരത്തിൽ ഉണ്ടാവാറുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ജോണ്ടിസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോണ്ടിസ് എന്ന് പറയുന്നത് ഒന്ന് ഹീമോലൈറ്റിക് ജോണ്ടിസ് ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഹീമോലൈസിസ് കൂടുന്ന കണ്ടീഷനിൽ, അതായത് ഹീമോഗ്ലോബിന്റെ ബ്രേക്ക് ഡൗൺ കൂടി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ജോണ്ടിസ് ആണ് ഹീമോലൈറ്റിക് ജോണ്ടിസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ജോണ്ടിസ് ആണ് ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ബിലിറൂബിനെ പ്രോപ്പർ ആയിട്ട് ലിവർ സെല്ലുകൾക്ക് ഹെപ്പാറ്റോസൈറ്റ്സിന് ട്രാപ്പ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ, അതിന്റെ ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ലിവർ ഫെയിലർ ആയിട്ട് ലിവർ സെല്ലിന് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ജോണ്ടിസ് ആണ് ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് പറയുന്നത്. ഇനി ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ട്. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന് പറയുന്നത് ബൈലറി സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ കാരണം ഉണ്ടാകുന്ന ജോണ്ടിസിനെയാണ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന് പറയുന്നത്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹീമോലൈറ്റിക് ജോണ്ടിസ് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വാണ്ടൻബർഗ് റിയാക്ഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് പോസിറ്റീവ് ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എസ്റ്റിമേഷൻ ഓഫ് സിറം ബിലിറൂബിൻ ഈസ് ബേസ്ഡ് ഓൺ വാണ്ടൻബർഗ് റിയാക്ഷൻ. എന്താണ് വാണ്ടൻബർഗ് റിയാക്ഷൻ എന്ന് പറയണം, അറിഞ്ഞിരിക്കണം. അതായത് സിറം estimation of serum bilirubin is based on Vandenberg reaction. Vandenberg reaction ബേസ് ചെയ്തിട്ടാണ് സിറം ബിലിറൂബിനെ നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് in this reaction serum bilirubin is allowed to react with Vandenberg diazo reagent. A purple colored azobilirubin is formed. അപ്പോൾ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ വാണ്ടൻബർഗ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാകും, ഒരു പർപ്പിൾ കളർ ഫോം ചെയ്യും. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അസോബിലിറൂബിൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ബീങ് വാട്ടർ സൊല്യൂബിൾ. ബിലിറൂബിൻ നമ്മുടെ ബോഡിയിൽ 2 ഫോമിൽ എപ്പോഴും പ്രസന്റ് ആണ്. കോൺജുഗേറ്റഡ് ബിലിറൂബിൻ അതുപോലെ തന്നെ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയും. അതായത് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയുന്നത് ലിവർ സെല്ലെ ട്രാപ്പ് ചെയ്തിട്ടുള്ള ബിലിറൂബിനെയാണ് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയുന്നത് ലിവർ സെല്ലെ ട്രാപ്പ് ചെയ്യാതെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ബിലിറൂബിനെയാണ് എന്തെന്ന് പറയുന്നത്, അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. സോ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എപ്പോഴും വാട്ടർ സൊല്യൂബിൾ ആയിരിക്കും. അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്തായിരിക്കും, വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി ശ്രദ്ധിക്കാം. Conjugated bilirubin being water soluble can react directly with the aqueous solution of diazo reagent and so called direct bilirubin. Okay, so ഈ direct bilirubin ആണോ indirect bilirubin ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. So conjugated bilirubin ആണെങ്കിൽ
അത് വാട്ടറിൽ സൊല്യൂബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ഡൈഅസോ റിയേജന്റുമായിട്ട് റിയാക്ഷൻ നടത്താനും പേർപ്പിൾ കളർ ഫോം ചെയ്യാനും കഴിയും. ഇൻ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണ് കൂടുക. കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഈസ് എലവേറ്റഡ് ആൻഡ് വാണ്ടർബർഗ് ടെസ്റ്റ് ഈസ് ഡയറക്റ്റ് പോസിറ്റീവ്. സോ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യുന്നത് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണ്. ഇത് വാട്ടർ സൊല്യൂബിൾ ആണ്. അതുകൊണ്ട് തന്നെ വാണ്ടർബർഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ഇനി അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഈസ് വാട്ടർ ഇൻസൊല്യൂബിൾ. അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എങ്ങനെയാണ്? വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്. ആൻഡ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് aqueous solution. It requires addition of methyl alcohol to react with the diazo reagent in the determination method called indirect bilirubin. സോ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആയതുകൊണ്ട് തന്നെ അക്വസ് സൊല്യൂഷനിൽ എന്ത് ചെയ്യില്ല, റിയാക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മീഥൈൽ ആൽക്കഹോൾ ആഡ് ചെയ്ത് കൊടുത്താൽ ഡൈഅസോ റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുകയും ഈ ഒരു മെത്തേഡിന് പറയുന്നത്, എന്നിട്ട് പേർപ്പിൾ കളർ ഫോം ചെയ്യും. സോ ഈ ഒരു മെത്തേഡ് പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ് ബിലിറൂബിൻ എന്ന് പറയുന്നത് കോൺജുഗേറ്റഡ് ബിലിറൂബിന് വാട്ടറിൽ സൊല്യൂബിൾ ആയതുകൊണ്ട് ഡയസോ റിയേജന്റുമായി റിയാക്ട് ചെയ്തിട്ട് പേർപ്പിൾ കളർ ഫോം ചെയ്യുന്നതിന് ഡയറക്റ്റ് ബിലിറൂബിൻ എന്നും, ഇൻഡയറക്റ്റ് ബിലിറൂബിൻ ആണ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അത് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആയിരിക്കണം. അത് വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആയതുകൊണ്ട് സൊല്യൂബിൾ ആവാൻ വേണ്ടിയിട്ട്, കോൺജുഗേറ്റഡ് ബിലിറൂബിന് സൊല്യൂബിൾ ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് മീഥൈൽ ആൽക്കഹോൾ ആഡ് ചെയ്യും. അങ്ങനെ ഡയസോ റിയേജന്റുമായി റിയാക്ട് ചെയ്തിട്ട് പേർപ്പിൾ കളർ കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ബിലിറൂബിൻ ആയിരിക്കും. So, in hemolytic jaundice, unconjugated bilirubin is increased. Hemolytic jaundice ന്റെ കേസിൽ unconjugated bilirubin ആണ് increase ചെയ്യുന്നത്. Hence, Vanderburg test is indirect positive. So, നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? ഹീമോലൈറ്റിക് ജോണ്ടിസ് ഉണ്ടാവുന്ന കേസിൽ വാണ്ടർബർഗ് റിയാക്ഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. സോ എങ്ങനെയാണ്? ഇൻഡയറക്റ്റ് പോസിറ്റീവ് ആണ്. ഇനി ചില കേസിൽ നമ്മുടെ ബോഡിയിൽ ജോണ്ടിസ് ഉണ്ടാവുന്ന സമയത്ത് കോൺജുഗേറ്റഡ് ബിലിറൂബിനും അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനും ഒരേ സമയം ഇൻക്രീസ് ആവും. ഇഫ് ബോത്ത് കോൺജുഗേറ്റഡ് ആൻഡ് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഈസ് പ്രസന്റ് ഇൻ ഇൻക്രീസ്ഡ് അമൗണ്ട്സ്, എ പർപ്പിൾ കളർ ഈസ് പ്രൊഡ്യൂസ്ഡ് immediately and color is intensified on addition of alcohol and the reaction is called biphasic. Okay, so കോൺജുഗേറ്റഡ് ബിലിറൂബിനും അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനും സെറത്തിൽ ഇൻക്രീസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിയാക്ഷൻ വാണ്ടർബർഗ് റിയാക്ഷൻ നടത്തുന്ന സമയത്ത് ഫസ്റ്റ് പർപ്പിൾ കളർ കിട്ടും. പിന്നെ ആൽക്കഹോൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? intensified on addition of alcohol. So color is intensified on addition of alcohol and the reaction is called biphasic. So ഇത്തരം റിയാക്ഷനെയാണ് എന്ത് പറയുന്നത്? biphasic എന്ന് പറയുന്നത്. Okay. In the case of hepatic jaundice, both conjugated and unconjugated bilirubin are increased. So hepatic jaundice ഉണ്ടാവുന്ന കേസിൽ, ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവുന്ന കണ്ടീഷനിൽ, ഹെപ്പാറ്റിക് ജോണ്ടിസ് ഉണ്ടാവുന്ന കണ്ടീഷനിൽ കോൺജുഗേറ്റഡ് അല്ലെങ്കിൽ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണ് ഇൻക്രീസ് ചെയ്യുക. ഹെൻസ് എ ബൈഫാസിക് റിയാക്ഷൻ ഈസ് ഒബ്സർവ്ഡ്. കോൺജുഗേറ്റഡ് ബിലിറൂബിനും അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനും ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ബൈഫാസിക് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following statements concerning the binding of oxygen by hemoglobin is correct? Option A, the Bohr effect results in a lower affinity for oxygen at higher pH values. Option B, carbon dioxide increases the oxygen affinity of hemoglobin by binding to the amino terminal groups of the polypeptide chains. Option C, the oxygen affinity of hemoglobin increases as the percent saturation increases. Option D, the hemoglobin tetramer binds 4 molecules. Your right answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. The oxygen affinity of hemoglobin increases as the percent saturation increases. Okay, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് the oxygen affinity of hemoglobin increases as the percent saturation increases. Okay, ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.